ഏയ് വേണ്ട വേണ്ട, ഇരിക്കട്ടെ. ഓ, ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. ഇവിടെയും കക്കൂലി വാങ്ങിക്കൂല്ലേ? നിക്ക് നിക്ക്. എന്താ ഇത്? ഇതൊക്കെയാണ് എന്റെ ഒരു സന്തോഷം. പോലെ ഇന്ന് കാലത്ത് എന്റെ ഒരു കൂട്ടുകാരന്റെ വിവാഹം നടന്നു. അഡ്രസ് രജിസ്റ്റർ ഏരിയയിൽ പിശ കൊണ്ടോന്നൊരു സംശയം. അല്ല, ഭാവിയിൽ ഇനി ഇതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ചെറുക്കന്റെ പെണ്ണിന്റെ വിലാസം ശരിക്കും അതിൽ നോക്കി പറഞ്ഞ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയ ചെറുക്കന്റെ വിവരം അറിയണം, അതല്ലേ ഉദ്ദേശം? അതൊന്നും അല്ല ചേട്ടാ. ചേട്ടൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ചില്ലറ വേണേ ഇനിയും തരാം. നടക്കില്ല. എന്നാ പിന്നെ എന്റെ കാശ് കൊടുത്താ. ഏതാ കാശ്? ഞാൻ ഇപ്പൊ തന്ന കാശ്. ആര് തന്നു? എപ്പ തന്നു? സമയം എനക്കെടുത്താ പോടോ. അയ്യേ, അർജുനൻ നായർ ഗോപി. കിട്ടിയടാ അർജുന, കിട്ടി. ഈ ബാലഗോപാലൻ വിചാരിച്ചാൽ ഇതല്ല ഇതിന്റെ അപ്പുറത്ത് കിട്ടും. എങ്കടാവും മുതലാളി അർജുനൻ. ഗോപിക, പുളിയിലക്കര വീട്, പെരുമുടിയൂർ, പട്ടാമ്പി. അതെ, സ്ഥലമൊക്കെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കി. ഇവിടുന്ന് 12 കിലോമീറ്റർ, ഒരു കുഗ്രാമം. അവളെന്തിനാ ഇവിടെ വന്നത്? ആർക്കറിയാം. ഏതായാലും നമ്മൾ ഊഹിച്ച പോലെ കുഴപ്പക്കാരിയാൻ വഴിയില്ല. കാഴ്ചക്കൊരു സുന്ദരി തന്നെയാണല്ലോ. കയ്യിലാണ് ഇഷ്ടം പോലെ സ്വർണവും. അപ്പൊ പണക്കാരിയാണ്. അമ്പാടി വീട്ടിൽ അർജുനൻ നായരുടെ സമയം തെളിഞ്ഞെന്ന് കരുതിക്കോ. ഇത്രയും പണവും സൗന്ദര്യമൊക്കെ ഉള്ള ഒരു പെണ്ണിനെ ഭാര്യയായി കിട്ടിയ പിന്നെ രക്ഷപ്പെട്ടില്ലേ? ഭാർഗവൻ പിള്ളയുടെ എല്ലാ കടവും തീർത്ത ഒരു രാജാവായി വാഴാം. ഒരൊറ്റ കീറ് വെച്ചെന്നുണ്ടല്ലോ, ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് കിട്ടിയ പോരെ നിനക്ക്. എങ്ങനെയെങ്കിലും ഇതിനകത്ത് ഊരാൻ നോക്കുമ്പം ഇപ്പൊ തന്നെ അവളെ വിളിച്ചിറക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി സത്യം പറയിപ്പിക്കണം. ചേച്ചേ, അയ്യേ, കുട്ടൻ നായരെന്ന് പറയരുത്. പൊതുജനക്ഷേമത്തിന്റെ പേരും പറഞ്ഞ് നാട്ടുകാരുടെ വോട്ടും പിടിച്ചു വാങ്ങി പൊതുജനങ്ങളെ വീർപ്പ് മുട്ടിക്കുന്ന അഴിമതി ഭരണം കാഴ്ചവെച്ച ഒരു സർക്കാരിനെ വേരോടെ പിഴുതെറിഞ്ഞ് അധികാരത്തിൽ കയറിയ ഗവൺമെന്റാണ് ഞങ്ങളുടേത്. അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ല. അങ്ങനെ വഴിക്ക് വാ. ചായയുടെ കാശ് അതൊക്കെ പറ്റിലെഴുതിക്കോന്ന്. പറ്റെഴുതി അവസാനം പറ്റിക്കണം. അതെ, അല്ല എവിടുന്നാ? ഇവിടുന്നല്ല, സ്വല്പ ദൂരെ. എന്താ കാര്യം? ഒരു വിവരം അറിയണ്ടായിരുന്നു. ഈ പുളിയിലക്കര വീട്. പുളിയലക്കര വീട്? നമ്മുടെ പുളിയലക്കര വീട്. ആ പുളിയലക്കര വീട്ടില് അല്ല, വീട് എവിടെയാണെന്ന്. ഇവിടെ തൊട്ടടുത്തല്ലേ. ഇവിടുന്ന് 2ാമത്തെ വളവ് തിരിഞ്ഞ 3ാമത്തെ വീട്. എന്താ സംഗതി? സംഗതി രഹസ്യമാണ്. ആ നിക്കുന്നത് അവിടുത്തെ പെൺകുട്ടിയുടെ ഭർത്താവാ. ഭർത്താവ്? എടോ കുട്ടനാരെ. കുട്ടൻ നേരത്തൊന്നും പറയണ്ട. അതിനാ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. അവിടെ ഇപ്പൊ വിവാഹം നടന്നോണ്ടിരിക്ക. ഞാനിപ്പോ അവിടെ നിന്നല്ലേ പറഞ്ഞേ. ചെറുക്കൻ വീട്ടുകാർ പോയിട്ടില്ല. ഇത് ചതിയാണ്, കൊടും ചതി. ഇന്നലെ കാലത്ത് മതിലകം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇവരുടെ വിവാഹം രഹസ്യമായി കഴിഞ്ഞതാണ്. പക്ഷെ വിവാഹം കഴിഞ്ഞ ഉടനെ പെണ്ണ് മുങ്ങിക്കളഞ്ഞു. അത് തെമ്മാടിത്തരമല്ലേ? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതങ്ങനെ വിടാൻ പറ്റും. തെമ്മാടിത്തരമെന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? ഇവിടെ എന്താ ചോദിക്കാൻ പറയാനോ ആളില്ലേ? എന്താ കാര്യം? ഈ നാട്ടിന് എന്നെ ചീത്തപ്പേരായി കുട്ടനാരെ. അമ്പടി കള്ളി. എന്താ കുട്ടനാരെ? ഇതങ്ങനെ വിട്ടാ പറ്റില്ല കുട്ടനാരെ. വാ, നമുക്ക് ചോദിക്കാം. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. എന്താ പേര്? അർജുനൻ. അർജുനെങ്കിൽ അർജുനൻ, ഭീമനെങ്കിൽ ഭീമൻ. ഞങ്ങളുണ്ട് കൂടെ. വാ, നടക്കേ. അങ്ങനെ വിട്ടാ പറ്റില്ല. ഡയലോഗിൽ നാട്ടുകാരെ മുഴുവൻ ഞാൻ കയ്യിലെടുത്തില്ലേ. ബാക്കി അവന്മാര് നോക്കിക്കോളൂ. നീ ധൈര്യമായിട്ട് വാ. പേടിക്കാതെ. ഇത് ഞാൻ സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിക്കും. കൊള്ളാം. വീട്ടിൽ ഞാൻ. എന്താ കാര്യം? അത് കണ്ടിട്ട് എന്താ? അല്ല, വിവാഹം ഉറപ്പിച്ചോന്നറിയാനാ. ഉറപ്പിച്ചു. എന്നാൽ നീ ഉറപ്പിച്ചിട്ട് കാര്യമില്ല. പെണ്ണിനൊരു കല്യാണം കഴിഞ്ഞതാ. നിങ്ങൾ എന്താ ഈ പറയുന്നത്? നഗ്നമായ സത്യം. ഇതാ ചെക്കൻ. നമസ്കാരം. ഇനി ഇതുകൂടാതെ വേറെ വല്ലവരെയും കൂടെ കെട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ പോവാ ഞങ്ങള്. വാ, എല്ലാരും വാ. വണ്ടി തെറ്റിവിടും. എന്താ മടങ്ങിയത്? ഇളമക്കര വീട്ടുകാരെ കുറിച്ച് നിങ്ങൾ എന്താ കരുതിയത്? പോങ്ങന്മാരാണെന്നോ? നാട്ടിൽ വേറെ പെണ്ണ് കിട്ടാഞ്ഞിട്ടല്ല ഇങ്ങോട്ട് എഴുന്നള്ളിയത്. ധർമ്മക്കെട്ട് കെട്ടേണ്ട ഗതികേടൊന്നും എന്റെ ഏട്ടന് വന്നിട്ടില്ല. നിങ്ങൾ എന്താ പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. പെണ്ണിനെ വിളിച്ച് ചോദിക്ക്, അവള് പറഞ്ഞുതരും. കാര്യം പറയേ. ഒരു 2ാം കെട്ട് കാര്യം ഞങ്ങളുടെ രമേശിന് വേണ്ടെന്ന്.
എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. നാട്ടിൽ മുഴുവൻ പാട്ടാ. വരുന്നുണ്ട് നാട്ടുകാര്. മറുപടി അവരോട് പറഞ്ഞാ മതി. എന്താ ഉണ്ടായത്? രണ്ടുപേരോടെ നിൽക്കണം. എടോ വാര്യരെ, മുമ്പൊരിക്കൽ കുറെ കാരണവന്മാര് ഈ മുറ്റത്ത് വന്ന് നിങ്ങളോട് ചോദിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? പെണ്ണ് കെട്ടാത്ത ഗോവിന്ദ വാര്യർക്ക് ഈ പെണ്ണുമായിട്ട് എന്താ ബന്ധമെന്ന്. അന്ന് നിങ്ങൾ കുറെ കള്ളക്കഥ പറഞ്ഞ് അവരെ മടക്കി അയച്ചു. ഇന്നിപ്പോ കാലം മാറി വാര്യരെ. തോന്നിവാസം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക്. നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത്? മനസ്സിലാകണ ഭാഷയിൽ പറയൂ. മനസ്സിലാക്കി തരാം. കാലം മുടച്ച ഒരു മിണ്ടാപ്പൂച്ച ആതിരിപ്പില്ലേ, വിളിച്ചിറക്കെ അവള് പറയും. വേണ്ട, ഞാൻ തന്നെ പറയാം. ആ. എടോ വാര്യരെ, ഈ നിൽക്കുന്ന ചെക്കൻ തന്റെ പെണ്ണിനെ കല്യാണം കഴിച്ചതാ. എന്നിട്ടിപ്പം വീട്ടുകാരെ പോലും പറ്റിച്ച അവള് രണ്ടാം കല്യാണത്തിന് ഒരുങ്ങിയിരിക്കുന്നു. വേറെ അനാവശ്യം പറയരുത്. ഇവിടത്തെ പെണ്ണോ? എപ്പോഴാ എവിടെ വെച്ചാൽ അവളെ കെട്ടിയത്? പിന്നെ അഭ്യാസം ഒന്നും കാണിക്കണ്ട. പോയി പെണ്ണിനെ വിളിച്ചോണ്ടോ. വിളി 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 വിളി. അല്ല പിന്നെ ഇതാണ് ഭാഗ്യം എന്ന് പറയുന്നത്. തക്ക സമയത്ത് ഞാൻ വന്ന് പെട്ടില്ലായിരുന്നെങ്കിൽ ഇത് വല്ലതും പുറത്തറിയായിരുന്നോ? ഏതായാലും ആനിയന്റെ സമയം കൊള്ളാം. ഒറ്റയ്ക്ക് വീടിന് പുറത്തു പോയി ഉറങ്ങാത്ത ഇവളെ പറ്റിയാണോ നിങ്ങൾ പറഞ്ഞത്? എന്താ ഞാൻ ഉറങ്ങിപ്പോയോ? പറയാൻ. അതെ, ചെറുതായിട്ടൊന്ന് ആള് മാറിപ്പോയി. ബാല, ഓ ഓടിക്കോ, ഓടിക്കോ. അർജുന, വെറുതെ എന്നോട് ചാടി കളിക്കണ്ട. ഞാൻ അപ്പഴേ പറഞ്ഞ വേണ്ട വേണ്ട. ഓന്തിനെ പോലെ നിറം മാറുന്നോടാ കഴുതേ. നീയല്ലേ പറഞ്ഞ അവൾ കുഴപ്പക്കാരിയല്ല, പടക്കാരിയാണ്, രാജാവായി വാരാന്നൊക്കെ. അത് ഞാൻ രണ്ടാമത് പറഞ്ഞല്ലേ, ആദ്യം ഞാൻ എന്താ പറഞ്ഞത്? പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കല്യാണം നമ്മൾ കാരണം മുടങ്ങി. അവിടെ പോയി വീട് തിരക്കാനില്ലാതെ കല്യാണം കഴിഞ്ഞ കഥയൊക്കെ നിന്നോട് പറയാൻ ആരാ പറഞ്ഞത്? അത് ഞാൻ നാട്ടുകാരുടെ ഒരു സപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. എന്നിട്ട് ഇപ്പൊ സപ്പോർട്ട് കിട്ടിയില്ലേ? ഇനി മഷിയിട്ട് നോക്കിയാ കിട്ടുമോ അവളെ? ഇപ്പം മിണ്ടാതിരുന്ന സംഗതി കുഴയും. ഞാനെല്ലാം പോലീസിനോട് തുറന്നു പറയാൻ പോവാ. അർജുന വേണ്ട, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് മതി. ഒന്നും ആലോചിക്കാനില്ല, കൈവിടാം. അർജുന സാറിന് ഒരു ടെലഗ്രാം ഉണ്ട്. എനിക്കോ? ആ, ഇവിടെ ഒന്ന് ഒപ്പിട്ടേക്കും. മദർ സീരിയസ്, റീച്ച് ഇമ്മീഡിയറ്റ്ലി. എന്ത് പറ്റി അമ്മയ്ക്ക്? ഞാൻ പോകുമ്പോ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. അമ്മയ്ക്ക് എന്താ അസുഖം? പറയൂ അമ്മാവ, എന്റെ അമ്മയ്ക്ക് എന്താ അസുഖം? അമ്മയ്ക്ക് ഒരു അസുഖവും ഇല്ല. അവര് തെങ്ങൻ തടി പോലെ വീട്ടിൽ നിൽപ്പുണ്ട്. പിന്നെ മദർ സീരിയസ് എന്ന് പറഞ്ഞ് ടെലിഗ്രാം അടിച്ചോ? മദർ സീരിയസോ? മാറ്റർ സീരിയസ്. നിനക്ക് ഇംഗ്ലീഷ് പറഞ്ഞൂടെ? എടാ ബാല. എടാ ബാലാന്നോ? അയ്യോ, അമ്മാവനല്ല. നിക്ക്, കേറാൻ വരട്ടെ. എന്താണ് സീരിയസ് മാറ്റർ എന്ന് നീ ചോദിച്ചോ? എന്താണ് സീരിയസ് മാറ്റർ ചോദിച്ചിരിക്കുന്നത്? അമ്പാടി ബലരാമൻ നായരുടെ വിവാഹം ഉറപ്പിച്ചു. വരുന്ന 15-ാം തീയതി 10-നും 11-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ പെണ്ണിന്റെ വീട്ടിൽ വെച്ച് താലികെട്ട്. എന്നാൽ ഇനി എല്ലാം എനിക്ക് വിട്ടതാ. ഓ, അമ്മാവനെ അമ്മാവിയെ മണിയറയിലേക്ക് കടത്തി വിട്ടല്ലാതെ ഈ അമ്പാടിയിൽ അർജുനൻ നായർക്ക് വിശ്രമമില്ല. ആട്ടെ, പെണ്ണെവിടുന്ന? ഓ, അത് പറഞ്ഞില്ലല്ലോ. നാട് മുഴുവൻ പെണ്ണു നോക്കി നടന്ന് ഒടുവിൽ കൺമുമ്പിൽ തന്നെ കിട്ടി. പ്രസിദ്ധമായ പുത്തോലത്ത് തറവാട്ടിലെ ഏക പെൺതരി, സുന്ദരി സുശീല സുസ്മിത. ജിങ്കിൾ 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 ജയ്. എന്താ പോലെ ഒരു ഒളിച്ചെളി? ഹേയ്, ഒന്നുമില്ല. ഒരു അണ്ണൻ തലവഴി ചാടിപ്പോയി. അത് എവിടെ പോയി ഇങ്ങനെ നോക്കായിരുന്നു ഞാൻ. മനസ്സിലായി. 3-4 അണ്ണന്മാര് കുറച്ചു ദിവസം ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട്. പാണ്ടി തമിഴന്മാര്. കൈ കിട്ടിയ തലയും കൊണ്ടേ പോകുന്നു പറഞ്ഞിട്ടാ പോയിരിക്കുന്നത്. ആരുടെ തല? നിന്റെ അർജുന്റെയും തല. നിങ്ങൾ കുറെ കാശ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് ബേളം വെച്ചിട്ട് പോയി. കാശ് കൊടുക്കാനുള്ള അർജുനല്ലേ? അതിന് എന്റെ തല എന്തിനാ എടുക്കുന്നത്? ആ, അതിനി വരുമ്പോ ചോദിക്കാം. ചന്ദ്ര, അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ അർജുനൻ വീട്ടിൽ പോയി. എനിക്കാണെങ്കിൽ പലിശക്കാരന്മാരെ പേടിച്ച് ഇതിനകത്തോട് കേറാനും വയ്യ. കുളിച്ചിട്ട് 3 ദിവസമായി. സത്യം, ഞാൻ നിന്റെ മുറി കയറിയെന്ന് കുളിക്കാം. ആമാരെങ്ങാനും വന്നാൽ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയരുത്. പറയോ? പറയില്ല. ഞാൻ ഇവിടെ ഉണ്ട്. നീ കയറി കുളിക്ക്. ബാക്കി കാര്യം ഞാൻ ഏറ്റു. നീ ഏറ്റല്ലോ? ഏറ്റു. ബാല, ബാലഗോപാലിന് ഒരു ടെലഗ്രാം ഉണ്ട്. മദർ അർജന്റ്, റീച്ച് ഇമ്മീഡിയറ്റ്ലി.
ചന്ദ്ര, അർജുനന്റെ അമ്മ മരിച്ചു എന്ന് എല്ലാ അത്യാവശ്യം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നു. എന്റെ കാശ് വല്ലോണ്ട. ഈശ്വരാ, ഞാനിനി എന്ത് ചെയ്യും?